ലോക പ്രശസ്തരായ എഴുത്തുകാരുടെ വരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്നതായി നമുക്കെല്ലാവർക്കും അറിയാം. ജോസഫ് മർഫിയുടെ പുസ്തകത്തിലൂടെ നമുക്ക് വീണ്ടും സഞ്ചരിക്കാം. നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെ? സ്വന്തം മനസ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ മനസ്സിന് 2 തലങ്ങളാണ് ഉള്ളത്. യുക്തിസഹമായി ചിന്തിക്കുന്ന ബോധമനസ്സും യുക്തി ചിന്തയ്ക്ക് വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഉപബോധ മനസ്സും. ബോധമനസ്സ് ഉപയോഗിച്ചാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ ബോധമനസ്സിലൂടെ പതിവായി കടന്നു പോകുന്ന ചിന്തകളുടെ സ്വഭാവമനുസരിച്ചാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. മനുഷ്യ വികാരങ്ങളുടെയും സർഗാത്മകതയുടെയും സ്ഥാനം ഉപബോധ മനസ്സാണ്. നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. അതേസമയം അശുഭമായ ചിന്തകൾ ദോഷമായേ നിങ്ങൾക്ക് ഭവിക്കൂ. ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരാശയം ഉറച്ചാൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമം ഉപബോധ മനസ്സ് തുടങ്ങിവെക്കും. ആ ആശയം നല്ലതോ ചീത്തയോ ആകട്ടെ, ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം ഒരുപോലെ ആണെന്നുള്ളതാണ് കൗതുകകരമായൊരു കാര്യം. ഈ തത്വം പ്രതികൂലമായി പ്രവർത്തിക്കുമ്പോഴാണ് പരാജയവും അമർഷവും അസന്തുഷ്ടിയും മനസ്സിൽ നിറയുന്നത്. അതേസമയം നിങ്ങളുടെ ചിന്തകൾ നന്മ നിറഞ്ഞതും ക്രിയാത്മകവും ആണെങ്കിൽ നിങ്ങൾ പൂർണ്ണാരോഗ്യവും ജീവിത വിജയവും അഭിവൃദ്ധിയും കൈവരും. ശരിയായ രീതിയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ അനുഭവിച്ചറിയാനും തുടങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യപൂർണമായ ശരീരവും അതിൽ ശാന്തമായ മനസ്സും വളരും. നിങ്ങൾ ബോധമനസ്സിൽ ഒരു കാര്യം ശരിയെന്നുറപ്പിച്ച് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ അംഗീകരിച്ച് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കും. ഉപബോധ മനസ്സിനെ ആ ആശയം വിശ്വസിപ്പിക്കുക എന്നത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യവും സമാധാനവും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് നൽകും. നിർദ്ദേശം നൽകേണ്ട താമസമേ ഉള്ളൂ. നിങ്ങളുടെ ഉപബോധ മനസ്സ് അതനുസരിച്ച് പ്രതികരിക്കും. ബോധമനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശയങ്ങളുടെയും ആലോചനകളുടെയും സ്വഭാവം അനുസരിച്ചാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നത്. അതാണ് മനസ്സിൻ്റെ നിയമം. ഒരാളുടെ ചിന്തകൾ ഉപബോധ മനസ്സിൽ പതിയുമ്പോൾ അയാളുടെ തലച്ചോറിലെ കോശങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞരും മനോരോഗ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ ഉറയ്ക്കുമ്പോൾ ഉപബോധ മനസ്സ് അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങുന്നു. ഒരു വ്യക്തി ജീവിതകാലം കൊണ്ട് നേടിയ അറിവുകളെല്ലാം ചേർത്ത് വെച്ച് ഉപബോധ മനസ്സ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നടപ്പിലാക്കുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അതിരില്ലാത്ത ശക്തിയും ഊർജവും വിവേകവും ഉപയോഗിച്ചാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളെയും അത് വരുതിയിലാക്കുന്നു. ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അത് ഉടനടി പരിഹാരം കണ്ടേക്കാം. എന്നാൽ പലപ്പോഴും ദിവസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ പോലും എടുത്താകും ഉപബോധ മനസ്സ് നിങ്ങൾക്ക് ഒരു ഉത്തരം നൽകുക. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും അപ്പുറത്താണ് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രശസ്തമായ പുസ്തകങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും ആകമാനം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ നമുക്ക് കഴിയും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.